അതെ, ഞാൻ റെസ്റ്റ് റൂമിൽ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സാരി ഇങ്ങനെ ഞൊറിഞ്ഞെല്ലാം പതൊക്കെ താഴെ ഇട്ടുണ്ട്. നിങ്ങൾ പുറകിൽ നിന്ന് ജയസൂര്യ വന്ന പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കത്തേക്കും എന്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. അത് എനിക്ക് പെട്ടെന്ന് ഞാൻ പേടിക്കുക, ഒരു ഷോക്കായി പോരും. അത് ഒരു നടന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തള്ളി മാറ്റി ഓടി താഴോട്ട് പോയി. പിന്നെ ഞാൻ താഴെ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു, ജഗദീഷ് ചേട്ടൻ അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റും താഴെ ഇരിപ്പുണ്ടായിരുന്നു, നെടുമുടി വേണുചേട്ടനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. സോ ഐ തോട്ട് ദാറ്റ് ഐ ക്യാൻ ഷെയർ വിത്ത് ദം. ബിക്കോസ് ഈ ജഗദീഷ് ചേട്ടൻ വെച്ചാൽ ഹി ഈസ് വെരി ജെന്യൂൻ ആൻഡ് വെരി ഡീസന്റ് പേഴ്സൺ ആൻഡ് ഐ വാസ് വെരി കംഫർട്ട് വിത്ത് ജഗദീഷ് ചേട്ടൻ. അപ്പോൾ അവിടെ പോയി പുള്ളിയുടെ അടുത്ത് പോയി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ജയസൂര്യ ഓടി പുറകെ പെട്ടെന്ന് ഓടി വന്നിട്ട് പറഞ്ഞു, മിനു ഐ വോണ്ട് ടു ടെൽ യു, ഒരു കാര്യം പറയണം, യെസ് ഓർ നോ എന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ എന്ത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്തൊരു ഫ്ലാറ്റ് ഉണ്ട്, ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ യു, വരാൻ താല്പര്യമുണ്ടെങ്കിൽ വലിയ നേട്ടങ്ങൾ പിൽക്കാലത്തുണ്ടാവും. മിനു ഈ വിവരം മറ്റാരോടെങ്കിലും ആ സമയത്ത് പറഞ്ഞിരുന്നോ മിനു, ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായി എന്നുള്ള കാര്യം? ആ സമയത്ത് അതിപ്പോ ആ പുള്ളിക്കാരൻ പിന്നെ ഞാൻ ഒന്നാമത്തെ ലൊക്കേഷൻ എല്ലാവരുടെയും കൂടെ ഇരിക്കുകയാണ്. ഞാൻ എന്റെ ആദ്യത്തെ സിനിമയും കൂടെയാണ്. എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്, ഇത് എന്താ സംഭവം, ഇങ്ങനെയാണോ സിനിമ, അങ്ങനെയൊക്കെ ഞാൻ ആകെ ഷോക്കായിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ വളരെ ബിസി ആയിരിക്കുമല്ലോ ആ സമയത്ത്. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടോട്ട് പോകുന്നുണ്ട്. എനിക്ക് ആരോടും അങ്ങനെ കൂടുതലും ഒട്ടും പറഞ്ഞു. വീട്ടിൽ പറഞ്ഞ പിന്നെ വിടത്തില്ലല്ലോ, വീട്ടിൽ പറഞ്ഞില്ല, പറഞ്ഞ പിന്നെ സിനിമയിൽ വിടത്തില്ല.